ഓക്കെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, തീർച്ചയായും. ഓക്കെ. റെക്കോർഡിങ്ങിന്റെ ആണ് ഇതല്ലേ? അതെ. ഓക്കെ. സോ അമിത മദ്യപാനം ഒരു രോഗമാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചിന്താ വിഷയം. ഞാന് അമിത മദ്യപാന ചെയ്തു ജീവിതത്തില് മദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പല വഴികളും പരീക്ഷിച്ചു നോക്കി, പരാജയപ്പെട്ട് ഏതാണ്ട് 28 വർഷക്കാലത്തെ മദ്യപാനം, 46-ാമത്തെ വയസ്സ്, മരണത്തിനോടടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇനി എനിക്ക് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുതുതായി പരീക്ഷിക്കാൻ എൻ്റെ അടുത്ത് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ എല്ലാ തരത്തിലും പരീക്ഷിച്ച് പരാജയപ്പെട്ടു വയ്ക്കുക. ആ ഒരു സാഹചര്യത്തില് ദൈവ ഇഷ്ടപ്രകാരം അഥവാ എന്റെ ജീവൻ തിരിച്ചു തരാൻ ദൈവൻ ആഗ്രഹിച്ചത് കൊണ്ടാകാം എന്നെ ഒരു റിഹാബിൽ അഡ്മിറ്റ് ചെയ്തു. ആ റിഹാബില് ഞാൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി 3 മാസക്കാലം അവിടെ കിടന്നു. അതിനിടയിലാണ് ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു രോഗമാണ്, ഇറ്റ്സ് എ ഡിസീസ് എന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി, അഥവാ അവർ പഠിപ്പിച്ചു. അതിനു മുൻപ് ഒരിക്കലും ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗമാണ് എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവില്ല. ഒരു പക്ഷേ അന്ന് കിട്ടിയ ആ അറിവ്, എന്റെ കുടി, എന്റെ അമിത മദ്യപാനം രോഗമാണ് എന്ന് എനിക്ക് കിട്ടിയ ആ അറിവാണ് എന്റെ ഒരു പക്ഷേ ആ അറിവോടൊപ്പം തന്നെ എനിക്ക് ആ രോഗമുണ്ടെന്ന് ഞാൻ സമ്മതിച്ച ആ ഒരു സമയം, ആ ഒരു ടൈം, അതാണ് എനിക്ക് രോഗമുക്തിയിലേക്ക് പോകാൻ, എന്തും ചെയ്യാൻ, എത്ര ലെങ്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട്, എത്ര ലെങ്ത് വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറെടുത്ത ആ ഒരു അവസ്ഥ ഉണ്ടാക്കി. ഒരുപക്ഷെ രോഗത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്ര വലിയ സീരിയസ് ആയിട്ട് ഈ സംഗതി എടുക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ രോഗാവസ്ഥയാണ്, അഥവാ രോഗമുണ്ട് എന്നുള്ള അറിവാണ് തീർച്ചയായിട്ടും എന്നെ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിച്ചതും ഞാൻ അതിലൂടെ ഇത്രയും വർഷക്കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആൽക്കഹോളിസം ഈസ് എ ഡിസീസ് എന്ന് പറയുമ്പം ഇതിന് വ്യക്തമായ ഒരു തെളിവുകളോടുകൂടി ഈ രോഗത്തെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യം. പക്ഷേ പലരുടെയും അറിവിൻ പ്രകാരം പലരും ഈ രോഗത്തെ കുറിച്ചിട്ട് നമ്മൾക്ക് അറിവ് പകർന്നു തരുന്നുണ്ട്. ഇപ്പൊ ഞാന് പലരുടെയും പല ഭാഗത്തു നിന്നും കിട്ടിയ കാര്യങ്ങള്, ഈ രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, മദ്യപാനത്തിനുള്ള തീവ്രമായ ആസക്തി വ്യക്തിയുടെ ആരോഗ്യത്തിനും സാമൂഹ്യ സാമ്പത്തിക ഭദ്രതയ്ക്കും ഹാനികരമാം വിധം സാധാരണ നിലവാരങ്ങൾക്ക് അതീതമായി മദ്യപിക്കാനുള്ള ആസക്തിയെ രോഗമായി കണക്കാക്കും. മദ്യപരിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ അമിത മദ്യാസക്തരാകുന്നുള്ളൂ. സോ മദ്യപാനം ചെയ്യുന്ന എല്ലാവരും മദ്യപാന രോഗികളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയ ശതമാനം. ഇപ്പൊ അതിന്റെ ചില കണക്കുകൾ പറയുന്ന 10-ൽ 1%, 10-ൽ 1 എന്ന് പറയുന്നവരുണ്ട്. ചില സ്ഥലങ്ങളിൽ 10-ൽ 2 എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ 10 പേര് മദ്യപിക്കുന്നുണ്ടെങ്കിൽ 10 പേരും അമിത മദ്യപാന രോഗികളല്ല, അഥവാ ആകുന്നില്ല. എല്ലാ രാജ്യങ്ങളിലും സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ അമിത മദ്യാസക്തിക്ക് അധീനരാകുന്നത്. എല്ലാ സാമ്പത്തിക വിഭാഗങ്ങളെയും ഇത് ബാധിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നു. വികസിത രാജ്യങ്ങളിൽ അമിത മദ്യാസക്തി വൻതോതിലുള്ള ധനവ്യയത്തിനും ജോലി സമയ നഷ്ടത്തിനും കാരണമായ ഒരു വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അമിത മദ്യാസക്തി വരുത്തിവെക്കുന്ന കെടുതികൾ
സ്ഥിതി വിവര കണക്കുകൾ കൊണ്ട് മാത്രം വിവരിക്കാവുന്നതല്ല. സോ അത്രമാത്രം ഹാം ചെയ്യുന്നുണ്ട് അമിത മദ്യപാനം. വിവിധ തരക്കാർ, ജെല്ലിനെക് എന്ന് പറയുന്ന ഒരു വിദഗ്ധൻ ഈ അമിത മദ്യാസക്തിയെ കുറിച്ച് പറയുമ്പം പുള്ളിക്കാരന്റെ ഐഡിയയിൽ പുള്ളി പറഞ്ഞിരിക്കുകയാണ്, അമിത മദ്യാസക്തിയെ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ ഇങ്ങനെ 5 തരം തിരിച്ചിരിക്കുന്നു. അൽഫ വിഭാഗത്തിലുള്ളവർ വളരെയധികം മദ്യം കഴിക്കുന്നുവെങ്കിലും നിയന്ത്രണാതീതരാകുന്നില്ല. വേണമെങ്കിൽ മദ്യം പൊടുന്നനവെ നിർത്താനും ഇവർക്ക് സാധിക്കും. എങ്കിലും മദ്യപാനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും ശാരീരികവും ലൈംഗികവുമായ ദോഷഫലങ്ങളെ ഇവർക്ക് ക്രമേണ നേരിടേണ്ടി വരും. ഇതൊരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നത്, മദ്യപാനം മൂലം കരൾ, ആമാശയം, ഞരമ്പുകൾ എന്നീ അവയവങ്ങൾക്ക് രോഗബാധയുണ്ടാകുന്നവരെ ബീറ്റ വിഭാഗത്തിൽ പെടുത്തുന്നു. മൂന്നാമത് പറയുന്നു, മദ്യം കൈവെടിയാൻ നിവൃത്തിയില്ലാത്ത വിധം ശാരീരികവും മാനസികവുമായി അതിന് പരിപൂർണ അടിമകളായി തീരുന്നവരാണ് ഗാമ വിഭാഗക്കാർ. 4, മദ്യപാനം നിർത്താൻ കഴിവില്ലെങ്കിലും കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നവരെയാണ് ഡെൽറ്റ വിഭാഗത്തിലുള്ളവർ. 5, എപ്സിലോൺ വിഭാഗത്തിൽ പെടുന്നവർ അമിത മദ്യപാനികൾ. ഒരിക്കൽ മദ്യപാനം ആരംഭിച്ചാൽ പിന്നെ വളരെ ദിവസങ്ങളോളം അമിതമായി മദ്യപിക്കുകയും അതിനെ തുടർന്ന് കുറെ നാളത്തേക്ക് മദ്യവർജിതരായിരിക്കാൻ കഴിയുകയും ചെയ്യുന്നവർ. സോ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ രീതിയിൽ അമിത മദ്യപാന രോഗികളായിട്ടുള്ളവർക്ക് പല തരത്തിലുള്ളവരുണ്ടെന്ന് പറയുന്നു. വിവിധ ഘട്ടങ്ങൾ. അമിത മദ്യാസക്തൻ ആദ്യഘട്ടത്തിൽ വിരുന്നുകൾ തുടങ്ങിയ സാമൂഹിക ചടങ്ങുകളിൽ മറ്റുള്ളവരോടൊപ്പം മാത്രം മദ്യപിക്കുന്നു, അഥവാ ഒക്കേഷണൽ ഡ്രിങ്കർ. തുടർന്ന് മദ്യം കൈവരുത്തുന്ന മനഃശാന്തി കൂടുതൽ മദ്യം കഴിക്കാൻ അയാളെ പ്രേരിപ്പിക്കും. രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ മദ്യം ഒരു പാനീയമെന്നുള്ള നിലയിൽ നിന്നും അവശ്യ വസ്തുവും ആവശ്യമായ ഒരു ഔഷധം എന്ന നിലയിലേക്ക് മാറുന്നു. മദ്യം ഒരു ലഹരിയായി മാറുന്നു. പലപ്പോഴും മദ്യം കഴിച്ച ശേഷം കുറ്റബോധവും പശ്ചാത്താപവും ഈ ഘട്ടത്തിൽ അയാൾ പ്രകടിപ്പിച്ചേക്കാം. എങ്കിലും അടുത്ത നിമിഷം തന്നെ ഒളിവിൽ മദ്യപിക്കാനും മറ്റാൾക്കാർ കാണാതെ താൻ മദ്യപിച്ചിട്ടേ ഇല്ല എന്ന് കളവ് പറയുവാനും അത് വലിച്ചില്ലെങ്കിൽ തന്റെ മദ്യപാനത്തെ വിവിധ കാരണങ്ങളിൽ ഉന്നയിച്ച് ന്യായീകരിക്കാനും ശ്രമിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ മദ്യപാനം തികച്ചും നിയന്ത്രണാതീതമാകുന്നു. ഒറ്റയ്ക്കിരുന്ന് കുടിക്കുവാനും സമയഭേദമില്ലാതെ തുടർച്ചയായി കുടിക്കുവാനുമുള്ള പ്രവണത ഇവിടെ കാണിക്കുന്നു. ഈ ഘട്ടത്തിൽ മദ്യപന്റെ ഏക ജീവിത ലക്ഷ്യം എങ്ങനെയെങ്കിലും തനിക്ക് ആവശ്യമായ മദ്യം സമ്പാദിക്കുക എന്നതാണ്. ബുദ്ധിപരവും സന്മാർഗികവും സാമൂഹികവുമായ എല്ലാ തലങ്ങളിലും അധപ്പതനം സംഭവിക്കുന്ന ഈ നിലയിലും മദ്യപാനത്തിനെതിരെ തന്നെ എല്ലാ തലങ്ങളിലും കാണാൻ പറ്റും. എല്ലാ തലങ്ങളിലും സാമൂഹികമായ എല്ലാ തലങ്ങളിലും ഈ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അധപ്പതനം സംഭവിക്കുന്ന ഈ നിലയിലും മദ്യപാനത്തിനെതിരെ തന്നെ ഗുണദോഷിക്കുന്നവരോട് അയാൾക്ക് വിരോധം മാത്രമേ തോന്നുകയുള്ളൂ. തന്റെ പഴയ സുഹൃത്തുക്കളിൽ നിന്നും അകന്നു മാറി ലഹരിയെ അമിതമായി ആശ്രയിക്കുന്നവരോട് മാത്രം അയാൾ സമ്പർക്കം പുലർത്തുന്നു. മദ്യപാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പല മാനസിക രോഗങ്ങളും പ്രത്യക്ഷമാകുന്നത് ഈ ഘട്ടത്തിലാണ്. ചിലപ്പോൾ മദ്യപാനം ആരംഭിച്ച് 10-15 വർഷങ്ങൾ കൊണ്ടായിരിക്കാം ഒരാൾ ഈ നിലയിൽ എത്തിച്ചേരുന്നത്. ചിലര് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം. 1 വർഷം കൊണ്ട് എത്തിച്ചേരുന്നവരുണ്ട്. ചിലര് അത് കണക്കൊന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ മാത്രം 10-15 വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും 24 മണിക്കൂറും തുടർച്ചയായി മദ്യപിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നു. പരിണിത ഫലങ്ങൾ പറയുന്നത്, അമിത മദ്യാസക്തി ഒരുവന്റെ ആരോഗ്യത്തെയും വ്യക്തി ജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും താറുമാറാക്കുകയും സാമൂഹ്യവും സാമ്പത്തികവുമായ അധപ്പതനത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ പുറമെ പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുന്നു. ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും അമിത മദ്യപാനം മൂലം കേട് സംഭവിക്കുന്നു. വയറുവേദന, ഓർക്കാനം, ഛർദി, വിശപ്പില്ലായ്മ തുടങ്ങിയ ആമാശയ രോഗങ്ങൾ അമിത മദ്യാസക്തരിൽ സാധാരണമാണ്. കരളിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നല്ല പങ്കും ഇവരിലാണ് ഉണ്ടാകുന്നത്.
മദ്യപാനത്തിന്റെ ഫലമായി സംഭവിക്കുന്ന ജീവിക നാശം തലച്ചോറിനെയും ഞരമ്പുകളെയും ബാധിക്കുന്നു. അപസ്മാര രോഗികളിൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത മദ്യപാനം മൂലം വർദ്ധിക്കുന്നു. മദ്യപാനം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് വ്യക്തിയുടെ ചിന്താശേഷിയെ തന്നെ ഇല്ലാതാക്കുന്നു. ഇത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ ദോഷകരമായി ബാധിക്കുന്നു. അമിത മദ്യപാനം വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. പുരുഷന്മാരിൽ ഇത് ബീജത്തിന്റെ ഗുണമേന്മയെ മോശമായി ബാധിക്കുന്നു. സ്ത്രീകളിൽ ഗർഭം ധരിക്കാനുള്ള ശേഷിയെ ബാധിക്കുന്നു. ഗർഭിണികളിൽ ഇത് ഗർഭം അലസിപ്പോകാനും കാരണമാക്കുന്നു. മദ്യപാനം നിർത്തിയവരിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായി കാണാം. മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ ഈ എന്താ പറയുന്ന ഈ വന്ധ്യത മാറി കിട്ടുന്നതായി കാണാൻ കഴിയും. അമിത മദ്യപാനം ലൈംഗിക ശേഷിക്കുറവ്, താല്പര്യക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ജനനേന്ദ്രിയ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിന്റെ കുറവ് അമിത മദ്യപാനം മൂലമുണ്ടാകുന്നു. പുരുഷന്മാരിൽ ഉദ്ധാരണശേഷിക്കുറവ്, സ്ഖലനരാഹിത്യം, ശീഘ്രസ്ഖലനം തുടങ്ങിയവ ഉണ്ടാകാൻ ഇതൊരു പ്രധാന കാരണമായി മാറുന്നു. സ്ത്രീകളിൽ രതിമൂർച്ചയില്ലായ്മ, യോനി വരൾച്ച എന്നിവയും കാണാം. പങ്കാളിക്ക് മറ്റ് ബന്ധങ്ങൾ ഉണ്ടോ എന്ന ആകുലതയും അമിത മദ്യപാനികളിൽ കാണാൻ ഇത് കാരണമാകും. ഇത് ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കും. സെക്സ്വൽ ബന്ധം പൊളിഞ്ഞ് നാശമാകുന്നു. കാരണം അമിത മദ്യപാന രോഗിയാകുന്ന സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവരുടെ സെക്സ്വൽ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു? അവർക്ക് കഴിവില്ലാത്തവരായി മാറും. കാരണങ്ങൾ: ഒരു വ്യക്തി അമിത മദ്യാസക്തനാകുന്നതിന് ഒരു പ്രത്യേക കാരണം എടുത്തു കാണിക്കുവാൻ പലപ്പോഴും സാധ്യമല്ല. നേരെ മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവുമായ പല കാരണങ്ങളുടെ നിരന്തരമായ പ്രതിപ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് അമിത മദ്യാസക്തി എന്ന് പറയുന്നത്. ഇവിടെ ചില പരീക്ഷണങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ബി കോംപ്ലക്സ് എന്ന ജീവകത്തിന്റെ ചില ഘടകങ്ങൾ ഒട്ടും ഉൾക്കൊള്ളാത്ത ഭക്ഷണം കൊടുത്തു വളർത്തിയ എലികൾക്ക് മദ്യം കഴിക്കുന്നതിനുള്ള ആസക്തി വർദ്ധിച്ചതായും, ബി കോംപ്ലക്സിന്റെ ജീവകം ഇല്ലാതെ ആഹാരം കൊടുത്തപ്പോൾ എലികളിൽ മദ്യം കഴിക്കാനുള്ള ആസക്തി വർദ്ധിച്ചതായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന കുറവ് പരിഹരിച്ചപ്പോൾ അവയുടെ മദ്യാസക്തി ഇല്ലാതെയായി തീരുകയും ചെയ്തു എന്ന് സയൻസ് പറയുന്നു. പരീക്ഷണത്തിൽ ഇത് അവർ കണ്ടുപിടിച്ചു. ഇതുപോലെയുള്ള നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരിൽ ഉണ്ടാകുന്ന അമിത മദ്യാസക്തിയുടെ കാരണം ജീവരസതന്ത്രപരമായ വൈകല്യങ്ങളായിരിക്കാം എന്ന് റോജർ ജെ വില്യംസ് എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ അഭിപ്രായങ്ങള് ഇന്നുവരെയും, ഇതൊക്കെ ഈയിടെയായിട്ടുണ്ടായതാണ്, ഇന്നുവരെയും ഇതിന് ഇങ്ങനെ ഒരു ശരിയായ കാരണം കണ്ടുപിടിക്കാനോ അഥവാ അതിന് മരുന്ന് കണ്ടുപിടിക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഒരു മനുഷ്യനെ അമിത മദ്യാസക്തി ബാധിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. അമിത മദ്യാസക്തിക്ക് സാമൂഹ്യവും മാനസികവുമായ കാരണങ്ങളുണ്ട്. സാമൂഹ്യ ആചാരങ്ങളും ബാല്യകാല അനുഭവങ്ങളും ഒരുവന്റെ മദ്യാസക്തിയെ സാരമായി സ്പർശിക്കുമെന്നുള്ളതിനാൽ സംശയമില്ല. പല മദ്യാസക്തരുടെയും ബാല്യകാലം കെട്ടുറപ്പില്ലാത്ത കുടുംബജീവിതവും മാതാപിതാക്കളോടുള്ള വൈകാരികമായ അകൽച്ചയും മൂലം അസംതൃപ്തമായിരുന്നു എന്ന് കാണാം. അമിത മദ്യാസക്തരുടെ കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുടെ മാതൃക പിന്തുടർന്ന് അമിത മദ്യാസക്തരായി തീരുന്നു. ഇത് സാഹചര്യങ്ങളാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. മദ്യപാനം പൗരുഷത്തിന്റെയും ഉന്നത ജീവിത രീതിയുടെയും ലക്ഷണമാണെന്ന മിഥ്യാബോധവും മദ്യാസക്തരുമായുള്ള സുഹൃത്ത് ബന്ധവും പലപ്പോഴും അമിത മദ്യാസക്തിക്ക് കാരണമായി തീരുന്നു. മാനസികമായ അസ്വസ്ഥതകൾക്ക് മദ്യം താൽക്കാലികമായ ശമനം നൽകുന്നുവെന്നത് അമിത മദ്യാസക്തിക്ക് ന്യായമായ ഒരു കാരണമാണ്. സാധാരണ നിലയിൽ വിഷാദാത്മകരും നിരാശരും അപകർഷതാബോധമുള്ളവരും ഉത്കണ്ഠയുള്ളവരും തങ്ങളുടെ വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മദ്യത്തെ ആശ്രയിക്കുന്നു. തുടർന്ന് അധികം മദ്യം കഴിച്ച് ഈ താൽക്കാലിക ആശ്വാസം നീട്ടിക്കൊണ്ടു പോകാൻ അവർ ശ്രമിക്കുന്നു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അമിത മാനസിക സമ്മർദ്ദം, സാമ്പത്തിക തകർച്ച, പങ്കാളിയോടുള്ള പൊരുത്തക്കേട്,
പ്രണയ നൈരാശ്യം, ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങി പലതും ഇതിന് കാരണമാകാം. ഇവയ്ക്ക് ശരിയായ പരിഹാര മാർഗങ്ങൾ തേടാതെ മദ്യത്തിൽ അഭയം തേടുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ചിലരിൽ ചിത്തഭ്രമം, ലഘുമനോരോഗം തുടങ്ങിയ മാനസിക രോഗങ്ങളുടെ ഒരു ബാഹ്യ ലക്ഷണം മാത്രമായിരിക്കാം അമിത മദ്യാസക്തി. സോ ഈ അമിത മദ്യാസക്തിയെ കുറിച്ച് ഇവരുടെ അഭിപ്രായം ഈ രീതിയിലാണെങ്കിൽ, മദ്യാസക്തി ഈ മദ്യാസക്തിയെ കുറിച്ച് എനിക്ക് ആദ്യ കാലങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മദ്യാസക്തി ഒരു രോഗമെന്ന നിലയിൽ ഇതിന്റെ അഡിക്റ്റീവ് പേഴ്സണാലിറ്റി, ഇത് ഒരു മനുഷ്യനില് ഏത് രീതിയിലാണ് കടന്നുകൂടിയത്, ഈ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇതിനെ പ്രധാനമായിട്ടും ഈ രോഗത്തെ 3 ഭാഗങ്ങളിലായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു ട്രയാങ്കുലർ ഡിസീസ് എന്നും പറയാറുണ്ട്. ട്രയാങ്കിൾ. സോ ട്രയാങ്കിളിലുള്ള ഈ ഡിസീസില്, ട്രയാങ്കുലറിന്റെ 3 ഭാഗങ്ങളിൽ ഒന്നിന് മാനസികം, ഇന്നൊന്ന് ശാരീരികം അഥവാ ഫിസിക്കലി, ഇന്നൊന്ന് മൂന്നാമത്തെ ഭാഗം വന്ന് സോഷ്യലി, സ്പിരിച്വലി. സോ ആധ്യാത്മികതയിൽ ഉണ്ടാകുന്ന ബാങ്ക്രപ്സി. സോ ഇതാണ് ഞാൻ പഠിച്ചത് ആദ്യ കാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ട്രയാങ്കുലർ ഡിസീസ് ആയ ഇതിന് ഒരു പ്രധാന കാരണം, ഇപ്പം ഇതിലെ മാനസിക രോഗം അഥവാ മെന്റലി ഉണ്ടായ മദ്യാസക്ത രോഗത്തിന്റെ കാരണം, അതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മെന്റൽ ഒബ്സഷൻ എന്നാ പറയുന്നത്. മെന്റലി ഒബ്സഷൻ. സോ ഇത് മാക്സിമം ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണെന്ന് പറയുന്നത്. ജനറ്റിക് ഡിസീസാണ്. സോ ജീനിന്റെ പ്രോബ്ലം ആണ്. സോ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആണ്. അപ്പോ അപ്പന്റെയോ അമ്മയുടെയോ അഥവാ മാക്സിമം അപ്പന്റെ ആയിരിക്കാം, നമ്മൾ ജനിക്കുമ്പോൾ നമ്മളിൽ തലച്ചോറിനകത്തുണ്ടാകുന്ന ജീനിന്റെ പ്രശ്നം. സോ ആ ജീനിന്റെ പ്രശ്നമാണ് മാനസിക രോഗത്തിന്റെ അഥവാ മാനസിക രോഗമായ മെന്റൽ ഒബ്സഷന്റെ കാരണം എന്ന് പറയുന്നു. അപ്പം ഈ മാനസിക രോഗത്തിന്റെ പ്രധാന കാരണമായ ഈ ജീന് പർട്ടിക്കുലർ ജീനാണ്. ഈ ജീനിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ജീൻ SLC6A39 എന്നാണ് അന്ന് അവർ പഠിപ്പിച്ചത്. അപ്പൊ ഈ ജീന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഈ ജീൻ ഒന്നെങ്കിൽ ഡമ്മിയാകാം, അഥവാ ഈ ജീൻ പകുതി പ്രവർത്തിക്കാം, അഥവാ 75% പ്രവർത്തിക്കാം. ഓരോരുത്തരിലും ഓരോ രീതിയിലാണ്. അപ്പൊ ഈ ജീനിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ അല്ലാതായത് മദ്യപിച്ചതിന് ശേഷമൊന്നുമല്ല. ഇത് ജന്മനാ ഉണ്ടായ രോഗമായപ്പോൾ, അപ്പം ജനറ്റിക് ഡിസീസാണ്. ജന്മനാ ഉണ്ടായ രോഗം, അത് ജീനിലൂടെ ഉണ്ടായ രോഗം. അത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ ആ ഒരു പ്രശ്നം എന്റെ തലയ്ക്കകത്തുണ്ടായിരുന്നു. അപ്പോ എന്റെ തലയ്ക്കകത്ത് ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകേണ്ടുന്ന ഭാഗമായ ജീൻ SLC6A39 ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കാരണം അത് എന്റെ ചിന്താശക്തിയെ അഥവാ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവിനെ ഭയങ്കരമായ രീതിയിൽ തീരെ ചെറുപ്പം മുതലേ ബാധിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിന്തിക്കാതെ ഞാൻ പ്രവർത്തിക്കുന്നു പലപ്പോഴും. അപ്പൊ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ മിക്കവാറും അബദ്ധങ്ങളില് അഥവാ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ കൂടുതലും തെറ്റായ പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നത്. സോ ഇത് സാധാരണഗതിയിൽ സമൂഹത്തിൽ നമ്മൾ സാമൂഹ്യ ജീവികളായതുകൊണ്ട് സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോൾ അവരതിനെ തീർച്ചയായിട്ടും അംഗീകരിക്കത്തില്ല. അവരതിൽ കുറ്റം കണ്ടുപിടിക്കും. സോ ചിന്തിക്കാതെയുള്ള എന്റെ പ്രവർത്തനം ചെറിയ വയസ്സ് മുതലേ എന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാര് തെറ്റുകളായി കണ്ടുപിടിച്ചപ്പോൾ എനിക്കതിനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ, അഥവാ ഞാൻ അതിനെ അംഗീകരിക്കാത്തതിനാൽ അഥവാ എനിക്കത് മനസ്സിലാകാത്തതിനാൽ
ഞാൻ പലപ്പോഴും എന്റെ സാമൂഹിക ജീവികളോട് നിന്നും അകന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവരോട് ഒത്തുചേർന്ന് പോകാനുള്ള എന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. സോ ജീനിലൂടെ എനിക്കുണ്ടായ ആ അസ്വസ്ഥത എന്റെ തലച്ചോറിനെ ബാധിച്ചിരുന്നു. അഥവാ എന്റെ തലയ്ക്കകത്ത് എനിക്ക് അസ്വസ്ഥത എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതൊരു പ്രശ്നം പറയുന്നു. എന്റെ മെന്റൽ ഒബ്സഷന് കാരണഭൂതമായത് ഒന്ന് ജീനാണെന്ന് പറയും. രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് അമൈഗഡല എന്ന് പറയുന്ന ഒരു എമോഷൻ ബോക്സ് എന്റെ തലയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ എമോഷൻ ബോക്സ് ആയിട്ടുള്ള അമൈഗഡലയ്ക്കകത്ത് ശരിയായ രീതിയിൽ ശരിയായ ക്വാളിറ്റിയിലുമുള്ള എൻസൈംസുകൾ വന്ന് ഫില്ലപ്പായിട്ട് എന്റെ ഇമോഷൻ കഴിവിനെ എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്തണമായിരുന്നു. പക്ഷെ എന്റെ അമൈഗഡല ചെറുതായത് മൂലവും ശരിയായ ക്വാളിറ്റിയിലുമുള്ള ശരിയായ ക്വാണ്ടിറ്റിയിലുമുള്ള ആ എൻസൈംസുകൾ എനിക്ക് കിട്ടാത്തത് കൊണ്ടും എപ്പോഴും എന്റെ ഇമോഷൻ ബാലൻസിലായിരുന്നില്ല, ഇൻബാലൻസ് ആയിരുന്നു. സോ ഇൻബാലൻസിലുള്ള എന്റെ ഇമോഷൻ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത്. അപ്പൊ ഒന്ന് ജീനിലൂടെ ഉണ്ടായ എന്റെ പ്രോബ്ലം, രണ്ട് ഇമോഷണൽ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലം. ഈ രണ്ട് പ്രോബ്ലംസുകളും ഞാൻ തീരെ ചെറിയ വയസ്സ് മുതലേ സഹിച്ചുകൊണ്ട് വളർന്നു വന്നതുകൊണ്ട് എന്നിൽ അപകർഷതാബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ വേറെ ഏതെങ്കിലും കാരണത്താൽ എന്നിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അഥവാ എന്റെ ഇമോഷനുകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സാമൂഹ്യ ജീവിയായ ഞാൻ മറ്റുള്ളവരുമൊത്ത് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോ ഒരു ദിവസം മദ്യം എനിക്ക് തലച്ചോറിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. മദ്യം ഞാൻ കഴിച്ചു. എന്റെ തലച്ചോറിൽ മദ്യത്തിന്റെ ലഹരി എത്തി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആ മദ്യത്തിന്റെ പ്രസൻസ് എന്റെ തലയ്ക്കകത്ത് ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യിപ്പിച്ചു. ആ കംഫർട്ട്നെസിന്റെ കാരണം ഒരുപക്ഷെ മെന്റലി ഉണ്ടായിരുന്ന ഈ കുറവ്, ഈ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്തിരിക്കാം, 1 മണിക്കൂർ നേരത്തേക്കോ 2 മണിക്കൂർ നേരത്തേക്കോ. പക്ഷെ എന്തായാലും എല്ലാരും പറയുന്നത് പോലെ തല ഒരു കമ്പ്യൂട്ടറാണെന്നൊക്കെ പറയും. അപ്പൊ ഈ കമ്പ്യൂട്ടറായ തലയ്ക്കകത്ത് ഇത് ഫീഡായി. എന്താണ്? മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ആകാനുള്ള ഒരു കണക്ഷൻ കിട്ടി. സോ ഈ കണക്ഷൻ എന്റെ തലയില് എനിക്ക് ഒരു ഉണർവ് തന്നു, ഒരുപക്ഷെ ഒരു ധൈര്യം തന്നു, ഒരുപക്ഷെ എന്റെ ഭയം നീക്കി, ഒരുപക്ഷെ എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ പ്രവർത്തിക്കാനുള്ള, ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആ സമയത്ത് എനിക്ക് എന്നിൽ പ്രസൻസ് ആയി. സോ ഇവിടെ എന്റെ അപകർഷതാബോധം മാറ്റപ്പെട്ടു. പലതും സംഭവിച്ചോളൂ എന്റെ തലയ്ക്കകത്ത്. പക്ഷെ ഞാൻ അതിനെ മനസ്സിലാക്കുന്നില്ല. എങ്കിലും എന്റെ തലച്ചോറിനകത്ത് അത് റെക്കോർഡായി കഴിഞ്ഞു. പിന്നീട് ഞാൻ എത്രയോ നാളുകൾക്ക് ശേഷമായിരിക്കാം മദ്യപിച്ചത്. പക്ഷെ മദ്യത്തിനോടുള്ള ഒരു ഒരു അട്രാക്ഷൻ എന്റെ തലയിൽ ഉണ്ടാകാൻ കാരണം ഈ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന എന്റെ തലയാണ്. മദ്യം എന്റെ തലച്ചോറിനകത്ത് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിയായ കംഫർട്ട് സോണിലേക്ക് മാറ്റപ്പെടാൻ സാധിക്കുമെന്നുള്ളൊരു തോന്നൽ അതെന്റെ തലയ്ക്കകത്ത് റെക്കോർഡാണ്. വീണ്ടും ഇങ്ങനെ പല പ്രാവശ്യം മദ്യപിച്ചപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് കുറെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എത്ര ദിവസത്തെ മദ്യപാനം കൊണ്ടാണ് അത് നിരന്തരമായി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് അതൊരു അവശ്യ വസ്തുവായി മാറാനുള്ള അഡിക്റ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് എന്നെ മാറ്റിയതും ഈ ഒരു പ്രശ്നമാണ്. ഈ ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന എന്റെ തലയില്, അവബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന മദ്യത്തിന്റെ കഴിവിനെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർട്ടൺ ടൈമിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇതിനെയാണ് മെന്റൽ ഒബ്സഷൻ എന്ന രീതിയിലുള്ള രോഗത്തിലേക്ക് എന്നെ മാറ്റിയത്. സോ അപ്പൊ ഈ മെന്റൽ ഒബ്സഷൻ എന്ന രോഗത്തിന്റെ കാരണം എന്റെ തലച്ചോറിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട സംഗതികളാണ്. അപ്പൊ മെന്റൽ ഒബ്സഷൻ എനിക്ക് ഉണ്ടായപ്പോൾ എന്താ പറ്റിയത്? ഒബ്സഷൻ ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഒരു ആൽക്കഹോളിക്കായി മാറിയിരുന്നു, അമിത മദ്യാസക്തിയിലേക്ക് മാറിക്കഴിഞ്ഞു. സോ ഒബ്സഷൻ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സഷൻ എന്നെ നിയന്ത്രിക്കുമ്പോൾ ഒരു പക്ഷേ മദ്യം വേണ്ട എന്നുള്ളൊരു തോന്നലിലോ ഒരു തീരുമാനത്തിലോ ഞാൻ മാറിക്കഴിഞ്ഞാൽ പോലും എന്റെ വിൽ പവർ ഒബ്സഷന് മുൻപിൽ പവർലെസ് ആയിരുന്നു, വർക്ക് ചെയ്യാൻ പറ്റാത്തത്. എന്റെ വിൽ പവർ മദ്യപിക്കുന്നില്ല, അഥവാ എനിക്കിപ്പോൾ മദ്യം ആവശ്യമില്ല, അഥവാ ഞാൻ മദ്യം നിർത്തി, ഇങ്ങനെയൊക്കെയുള്ള എന്റെ തീരുമാനങ്ങളെ ഒബ്സഷൻ പവർഫുൾ ആയതുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും ഏത് സമയത്തും മദ്യപിക്കാൻ എനിക്ക് ആവശ്യമായ ഒരു എന്താ പറയുന്ന ഓർഡർ എന്റെ തലയ്ക്കകത്തുണ്ടായി.
അപ്പൊ ഒബ്സഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മെന്റൽ ഒബ്സഷൻ ഈസ് എ mental obsession is a compulsive disorder which makes us to do something again and again even though we don't want to do that. നമുക്കത് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടി ഈ ഒബ്സഷന് കമ്പൽസീവ് ഡിസോർഡറിലൂടെ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ മെന്റൽ ഒബ്സഷൻ എന്റെ തലയിലെ രോഗാവസ്ഥയുടെ ഒന്നാം ഭാഗമാണ്. ഒബ്സഷനെ കുറിച്ച് പറയുമ്പോൾ ഒബ്സഷൻ കണ്ണിങ്, ബഫ്ലിംഗ് ആൻഡ് പവർഫുൾ ആണ്. അതിന്റെ മുൻപിൽ എന്റെ പവർ നടക്കുകയില്ല. ഇവിടെയാണ് ഒരു അമിത മദ്യപാന രോഗിക്ക് ഒരിക്കലും മദ്യം നിരന്തരമായി നിർത്താൻ പറ്റാത്ത വരുന്നത്. അപ്പൊ എന്റെ പവർ, എന്റെ വിൽ പവർ, എന്റെ തീരുമാനങ്ങൾ ഒബ്സഷന് മുമ്പിൽ ഫെയിലിയർ ആകുന്നു. അതുപോലെ തന്നെ പലരും എന്നെ പല സ്ഥലങ്ങളിലും വെച്ച് ഡോക്ടർമാരുടെ ഐഡിയാസും ഡോക്ടർമാരുടെ മരുന്നുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പലതരത്തിൽ ഞാൻ മദ്യം നിർത്താൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മന്ത്രവാദങ്ങളിൽ പോയിട്ടുണ്ട്, ചില നാരങ്ങ മരുന്നുകള്, ഹോസ്പിറ്റല്, നിമാൻസ്, പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എവിടെയുള്ള ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ്. എന്റെ മെന്റൽ ഒബ്സഷൻ അത്രയ്ക്കും പവർഫുൾ ആയതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യരെ കൊണ്ട്, ഒരു സൈക്കാട്രിക്കിനെ കൊണ്ടോ ഒരു ഡോക്ടറെ കൊണ്ടോ ഒന്നും എന്റെ മെന്റൽ ഒബ്സഷന്റെ മേളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഏത് സമയത്ത് എങ്ങനെ കുടിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തരാനും എനിക്ക് പറ്റത്തില്ല. അതാണ് മെന്റൽ ഒബ്സഷന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ 6 മാസം നിർത്തിയിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ 8 മാസം നിർത്തിയിട്ടുണ്ട്. പക്ഷെ 11 മാസം വരെ നിർത്തിയിട്ട് ഞാൻ ടക്കന്ന് പോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സഷൻ ഏത് സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അതാണ് മെന്റൽ ഒബ്സഷന്റെ ഒരു പ്രത്യേകതര കഴിവെന്ന് പറയുന്നത്. സോ ഈ രോഗത്തിന് മുന്നിൽ ഞാൻ പലപ്പോഴും പതറിപ്പോയി, വീണുപോയി. സോ മെന്റൽ ഒബ്സഷൻ ഇങ്ങനെയുള്ള ഒരു രോഗമാണ്. അതിന്റെ കാരണം എന്റെ തലയ്ക്കകത്തുണ്ടായിരിക്കുന്ന ജനറ്റിക് ഡിസീസുകളാണ്. അതല്ലാതെ കണ്ട് ഞാനായിട്ട് ഉണ്ടാക്കി മദ്യപിച്ചതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളല്ല. പക്ഷെ മദ്യത്തിനും അതിനും തമ്മിൽ ബന്ധമുണ്ട്. സോ ഇത് മെന്റൽ ഒബ്സഷനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ രോഗം ട്രയാങ്കുലർ ഡിസീസിൽ രണ്ടാമത്തെ ഭാഗം ഫിസിക്കലി ആണ്, ശാരീരികമായ രോഗമാണ്. സോ ശാരീരികമായ രോഗത്തെ കുറിച്ച് പറയുന്നത് ഡോക്ടർ സിൽക്വർത്ത് നമ്മളുടെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അഥവാ ഞങ്ങൾ വിശ്വസിക്കുന്നു, അഥവാ പുതുതായിട്ട് അവർക്ക് മനസ്സിലായ സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമിത മദ്യപാന രോഗി മാനസികമായി എങ്ങനെ രോഗമുള്ളവരാണെന്ന് സമൂഹം സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ശാരീരിക അവസ്ഥയിലും രോഗമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി എന്നാ പുള്ളി പറയുന്നത്. സോ ആ ശാരീരിക അവസ്ഥയിലും രോഗികളാണ്. സോ ശാരീരിക അവസ്ഥയിലുള്ള രോഗം തീർച്ചയായിട്ടും ഇത് 1934-35 പീരീഡുകളിൽ പുള്ളി മനസ്സിലാക്കിയ കാര്യം 39 ഈ ബുക്കിനകത്ത് എഴുതി വെച്ചു. പക്ഷേ ആ സമയങ്ങളിലോ അഥവാ അതിന് മുൻപ് മുതലോ ഈ ഡോക്ടർ സിൽക്വർത്ത് ധാരാളം അമിത മദ്യപാന രോഗികളെ ചികിത്സിക്കുന്നത് കൊണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് മാനാണ്. അദ്ദേഹം മനസ്സിലാക്കി തീർച്ചയായിട്ടും ശാരീരികമായ എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ശാരീരികമായുള്ളത് ഒരു അലർജിയാണ്. ഈ അലർജി എന്താണ്? ഒരു കവിൾ മദ്യം എന്റെ ഉള്ളിൽ പൊയ്ക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അമിത മദ്യപാന രോഗി ആയതുകൊണ്ട് മാത്രം എന്റെ ഉള്ളിലേക്ക് പോയ മദ്യം എന്റെ ശരീരത്തിനകത്ത് ഒരു അലർജി ഉൽപ്പാദിപ്പിക്കും. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിൽ ഒരു മനുഷ്യ ശരീരത്തും വയറിനകത്ത് ഡൈജസ്റ്റിംഗ് സിസ്റ്റം നമ്മളുടെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനകത്തേക്ക് പോകുന്ന സാധനം ശരിയായ രീതിയിൽ ദഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം മദ്യപാന രോഗിയായ ഒരാൾക്ക് മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മദ്യത്തെ ശരിയായ രീതിയിൽ ദഹിപ്പിക്കാൻ വേണ്ടുന്ന എൻസൈമുകൾ, the sufficient quantity and quality of enzymes produced by liver and pancreas liver ആണ്. സോ ലിവറും പാൻക്രിയാസ് ലിവറും എൻസൈംസിനെ പ്രൊഡക്റ്റ് ചെയ്ത് ആ പോകുന്ന മദ്യത്തിനെ ദഹിപ്പിക്കാനുള്ള ഒരു പദ്ധതി അവിടെ ഉണ്ടാക്കണം. പക്ഷേ അമിത മദ്യപാന രോഗിയായി തീർന്നതിന് ശേഷം എന്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വയറ്റിന്റെ ഉള്ളിൽ പോകുന്ന മദ്യം ദഹിക്കപ്പെടുന്നില്ല. ദഹിക്കാത്ത മദ്യം എനിക്ക് അലർജിയായി മാറുന്നു. മനുഷ്യർക്ക് ആഹാര സാധനങ്ങളിൽ അലർജിയുണ്ട്.
പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നവർക്ക് പലതരത്തിലുള്ള അലർജികൾ ഉണ്ടാകാറുണ്ട്. അവർ ആ ആഹാര സാധനങ്ങൾ വർജിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ മദ്യം എനിക്ക് ഒരു അലർജിയായി മാറിക്കഴിഞ്ഞു. കാരണം മദ്യം എന്റെ വയറിനുള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ദഹിപ്പിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ അതൊരു അലർജിയായി. അതിന്റെ അലർജി എന്ന് പറഞ്ഞാൽ ഈ ദഹിപ്പിക്കപ്പെടാത്ത മദ്യം വയറിനകത്തു നിന്നും രക്തത്തിൽ ഒരംശം കലർന്നിട്ട് അത് രക്തത്തിലൂടെ ശരീരത്തിലോ മൈൻഡിലോ ഒക്കെ പോയി ചേരുന്നുണ്ട്. അവിടുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെന്റൽ ഒബ്സഷനിലൂടെ എന്റെ മനസ്സാവശ്യപ്പെട്ട ഒരു കവിള് മദ്യം, അതൊറ്റ കവിള് മതിയായിരുന്നു. പക്ഷെ ശരീരം അതിനെ ഒരു കവിളിൽ നിർത്തുന്നില്ല. ശരീരം വീണ്ടും 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 മദ്യം കഴിക്കാൻ എന്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഒരു അലർജി ഉത്പാദിപ്പിച്ചു വെച്ചു. ഇപ്പൊ ഈ അലർജി ആവശ്യപ്പെടുന്നത് മദ്യപിക്കണം മദ്യപിക്കണം മദ്യപിക്കണമെന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് അനുഭവമുണ്ട്. മദ്യപിച്ച് എത്ര മദ്യപിച്ചു എന്നുള്ള കാര്യം കണക്കില്ല. പക്ഷേ മദ്യപിക്കുന്നതിന്റെ ഉദ്ദേശം പൂസാകുക എന്നുള്ളതാണ്. തലയ്ക്ക് പൂസാകണം. സോ പൂസാകാത്ത കണ്ടീഷൻ ആണെങ്കിൽ വീണ്ടും മദ്യപിക്കും. മദ്യപിച്ച് പൂസായിട്ട് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ഒരു പക്ഷേ റോഡ് സൈഡിൽ തന്നെ ഇരിക്കേണ്ടതോ കിടക്കേണ്ടതോ ആയിട്ടുള്ള അഥവാ കിടന്നു പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. സോ കിടന്നുപോയ അവസ്ഥയില് ആ കിടന്ന് പോയ അവസ്ഥ ഒരു മണിക്കൂർ നേരത്തേക്കോ അരമണിക്കൂർ നേരത്തേക്കോ 2 മണിക്കൂർ നേരത്തേക്കോ അവിടെ നീണ്ടു നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കാൻ കഴിയുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, ബോധം വരുന്നു. പെട്ടെന്ന് മനസ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം, നാണക്കേട്, ഇതാ തലയ്ക്കകത്ത് ടക്കെന്ന് വരുന്നേ, ഞാനിവിടെ വീണുപോയല്ലോ, ഞാൻ ഇങ്ങനെ കടന്നുപോയല്ലോ. പക്ഷെ ആ പ്രശ്നം നിലനിൽക്കെ മദ്യത്തെ ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. തിരിച്ചു വീണ്ടും ബാറിലേക്ക് തന്നെ കയറി പോയിട്ടു. കാരണം ശാരീരിക അലർജി അത്ര പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു സംഗതിയല്ല. ശാരീരിക അലർജി മദ്യം കുടിക്കാൻ തുടങ്ങിയാൽ മാത്രം ശരീരത്തിൽ ഉണ്ടാകും. ആദ്യത്തെ കവിൾ മദ്യം അകത്ത് ചെന്നാൽ മാത്രം. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഡ്രിങ്ക് ഡസ് ദ ഡാമേജ് എന്ന്. ആദ്യത്തെ കവിൾ മദ്യം അകത്ത് ചെന്നാൽ മാത്രം ഉണ്ടാകുന്ന ഈ അലർജി, ഇല്ലെങ്കിൽ അലർജി അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഈ അലർജി പിന്നീട് അത് മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 48 to 72 hours ടൈം, ചിലപ്പോൾ 24 മണിക്കൂർ കൊണ്ട് മാറിയേക്കാം. അത്രയും സമയമെടുക്കും ആ അലർജി മാറണമെങ്കിൽ. ആ അലർജി മാറാത്തിടത്തോളം കാലം കുടിക്കണം എന്നുള്ള പ്രവണത വന്നുകൊണ്ടേയിരിക്കും. ഇതും ഒരു അമിത മദ്യപാന രോഗിയുടെ ശാരീരിക പ്രശ്നമാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കിയത് ത്രികോണത്തിനകത്ത് അഥവാ ട്രയാങ്കുലറിനകത്ത് സോഷ്യലി സ്പിരിച്വലി ബാങ്കറപ്സി. ബാങ്കറപ്സി എന്ന് പറയുമ്പം ഞാന് കുടിക്കാൻ തുടങ്ങി കഴിയുന്നതിന് മുന്നേ എന്നിൽ ബാങ്കറപ്സി ഉണ്ട്. അതായത് സമൂഹത്തിനകത്തൊരു അമിത മദ്യപാന രോഗിയുടെ എന്തോ പറയുന്നേ, അവന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ബാങ്കറപ്റ്റഡ് ആണ്. അവന് സമൂഹമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഒരു സോഷ്യലി സ്പിരിച്വലി ബാങ്കറപ്സി എന്ന് പറയുമ്പോൾ രോഗാവസ്ഥയിലേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് മദ്യപിക്കാൻ വേണ്ടി എന്തും ചെയ്യാനുള്ളൊരു പ്രവണത. മദ്യപിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ആരാണ് ഇന്നലെ പറയുന്നത് കേട്ടോ, ഒരുത്തൻ വീടിന്റെ ആസ്പെറ്റോസ് എല്ലാം ഇളക്കി, ഫാൻ ഇളക്കി, ഇതെല്ലാം വിളക്കി കൊണ്ടുപോയി വിറ്റു കുടിക്കുക, എന്തും ചെയ്യും, ഗ്യാസും എടുത്തുകൊണ്ടുപോയി വിൽക്കും. സോ മദ്യപിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഒരവസ്ഥ, അതാണ് സോഷ്യൽ ബാങ്കറപ്സി. സ്പിരിച്വൽ ബാങ്കറപ്സി അത് തന്നെയാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ചേഞ്ച്. മദ്യപിക്കുന്നതിന് മുൻപ് ഒരു പേഴ്സണാലിറ്റി, മദ്യപിച്ചതിന് ശേഷം ഒരു പേഴ്സണാലിറ്റി. മദ്യപിക്കുന്നതിന് മുൻപും പേഴ്സണാലിറ്റി നല്ലതുമാകാം ചീത്തയാകാം, നെഗറ്റീവ് പേഴ്സണാലിറ്റി ആകാം, പോസിറ്റീവ് പേഴ്സണാലിറ്റി ആകാം. മദ്യപിച്ചതിന് ശേഷവും തിരിച്ചും മറിച്ചും ആകാം. പക്ഷേ ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഒരിക്കലും അയാളുടെ സ്പിരിച്വാലിറ്റിയിൽ നിലനിർത്താൻ കഴിയുന്നില്ല. അപ്പോ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമിത മദ്യപാന രോഗി മദ്യത്തിനു വേണ്ടി ഈ സമൂഹത്തിനോടും അതുപോലെ തന്നെ ആധ്യാത്മികതയോടും എന്തും ചെയ്യും. ആധ്യാത്മികത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ബഹുമാനിക്കേണ്ട ആൾക്കാരോട് ബഹുമാനം ഇല്ലാതിരിക്കുക, അഥവാ ബഹുമാനിക്കേണ്ട അപ്പനെയോ അമ്മയും വരെ തല്ലാനും കൊല്ലാനും റെഡിയാകും. ഇതാണ് ഒരു കണ്ടീഷൻ. എനിക്കറിയാവുന്ന ഒരു സ്റ്റോറി ഞാൻ പറയാം. ഒരു അമിത മദ്യപാന രോഗിയായ മനുഷ്യൻ, അയാൾക്ക് മദ്യപിക്കാൻ അയാളുടെ വീട്ടിലുണ്ടായിരുന്ന സർവസ്വവും അയാൾ കൊണ്ടുപോയി വിറ്റു. അയാൾ കൊണ്ടുപോയി വിറ്റിട്ട് അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അയാൾക്ക് ഒരു വഴിയില്ല. അവസാനം ഒരു ജോപ്പടിയിൽ താമസിക്കുന്ന സമയത്ത്, ജോപ്പടി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുടിലിൽ താമസിക്കുന്ന സമയത്ത്,
അയാളുടെ ഭാര്യ എവിടെയോ രാവിലെ പോയിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ടുവന്ന് അടുപ്പ് ഊതി കത്തിക്കണം. ആ കണ്ടീഷനിൽ ആക്കി വെച്ച ഈ മനുഷ്യൻ അന്നേ ദിവസം കുടിക്കാൻ ചെന്നിട്ട് ഒന്നും കിട്ടിയില്ല. സംഗതി ബോംബെയിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം 13 വയസ്സുള്ള മകളുടെ കൈ പിടിച്ചുകൊണ്ട് വന്ന് ബാറിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ആ ബാറിന്റെ ഉടയവനോട് പറഞ്ഞു, അതിന്റെ അവിടെ കാഷ്യർ ഇരിക്കുന്നതിനോട് പറഞ്ഞു, എനിക്കൊരു കുപ്പി മദ്യം താ, എന്റെ മകളെ എടുത്തോളാം. ബോംബെ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയൊക്കെ വിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. സോ അവന്റെ മനസ്സിനകത്തെ ഉദ്ദേശം മകളെ വിറ്റ് കുടിക്കുക എന്നുള്ളതാണ്. മകളെ കണ്ടു ചെന്ന് കൊടുത്തിട്ട് കുടിക്കുക. അവിടെ കാഷിലിരുന്ന വ്യക്തി ഈ വിവരം അയാൾക്ക് അകത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. അകത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ഓടി വന്ന് ഇയാളെ അടിച്ചു, കെട്ടിയിട്ടു. അത് കഴിഞ്ഞ് മകളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കി എന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു ഏൽപ്പിച്ചു. അതിനുശേഷം അവര് ഈ മനുഷ്യനെ ഏതോ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോലീസ് മുഖാന്തരമായിട്ട് അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് അദ്ദേഹം എയിൽ വന്നു. എയിൽ വന്നിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്. അപ്പൊ ഇതൊരു ഷെയറിംഗ് ആയിട്ട് ഞാൻ പറയുകയല്ല. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ, ഈ സോഷ്യൽ ബാങ്കറപ്സി, ഈ സ്പിരിച്വൽ ബാങ്കറപ്സി ഉണ്ടാകാൻ വരെ, ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടാകാൻ വരെ, ചിലരെ കൊല്ലുന്ന സംഭവം ഉണ്ടാകാൻ വരെ സോഷ്യലി സ്പിരിച്വലി ഉള്ള നമ്മുടെ രോഗാവസ്ഥയ്ക്ക് സാധിക്കുന്നതാണ്. സോ ഈ രോഗാവസ്ഥയുടെ മൂന്നാമത്തെ ഭാഗമായ സോഷ്യൽ സ്പിരിച്വൽ ഇത് ഈ രീതി തന്നെ. അപ്പോ അലർജി മെന്റൽ ഒബ്സഷൻ എന്താ ചെയ്യുന്നത്? ഈ കുടിക്കാതിരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ മെന്റൽ ഒബ്സഷൻ കണ്ണിങ്, ബാഫ്ലിംഗ് ആൻഡ് പവർഫുൾ ആയതുകൊണ്ട്, അത് ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ കുടി ഈ രോഗിയെ കുടിപ്പിക്കാൻ വേണ്ടി ആ മെന്റൽ ഒബ്സഷൻ അതിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഈ വ്യക്തി എത്ര തന്നെ കുടിക്കരുത് എന്നുള്ള തീരുമാനം എടുത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചോ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മദ്യത്തിനെ നിർത്തണം എന്നുള്ള പരിശ്രമത്തിലായിരിക്കും. പക്ഷെ ഏത് സമയത്താണോ മെന്റൽ ഒബ്സഷൻ അയാളിൽ വർക്ക് ചെയ്യുന്നത്, ആ സമയത്ത് അയാൾ പോയി കുടിച്ചിരിക്കും. രോഗത്തിന്റെ ഒന്നാമത്തെ അവസ്ഥ. അയാളുടെ ആദ്യത്തെ കുടി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ ശരീരത്തിലെ അലർജി സ്റ്റാർട്ടായിരിക്കും. ശരീരത്തിലെ അലർജി സ്റ്റാർട്ടായാൽ ഒരു പക്ഷേ അയാൾ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 15 ദിവസം വരെയൊക്കെ വേണമെങ്കിൽ നിയന്ത്രിച്ചു കുടിക്കാനുള്ള കഴിവുകളൊക്കെ സംഭരിച്ചെടുത്തേക്കാം, അതൊക്കെ കടിച്ചു പിടിച്ചാ. പക്ഷേ ഇതിനകത്ത് വീണ്ടും രോഗാവസ്ഥയിലേക്ക് അയാൾ മാറ്റപ്പെടും. പിന്നീട് അലർജി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അയാൾക്ക് നിയന്ത്രിച്ചു കുടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ, എ മാൻ ഹു ലൂസ് ദ എബിലിറ്റി ടു കൺട്രോൾ ഓൺ ഡ്രിങ്ക്. കൺട്രോൾ ചെയ്ത് കുടിക്കാനുള്ള ശക്തി ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മദ്യപാന രോഗിയായി മാറി എന്നുള്ളതാണ്. സോ ആ ഒരു കണ്ടീഷനിലേക്ക് മാറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്ത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ അലർജിയുടെ അവസ്ഥയാണ്. അതുപോലെ തന്നെ സോഷ്യലി സ്പിരിച്വലി ബാങ്കറപ്സി നമുക്ക് മനസ്സിലായി. കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സണാലിറ്റി, കുടിക്കുന്നതിന് മുൻപേ മറ്റൊരു പേഴ്സണാലിറ്റി, കുടിക്കാൻ വേണ്ടി പേഴ്സണാലിറ്റി, ഏതിനും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ മെന്റൽ ഒബ്സഷന്റെ മുമ്പിൽ ഉണ്ടായ ഒരു സ്ലേവറി അഥവാ ഒരു അടിമത്ത സ്വഭാവം ഒരിക്കലും മദ്യത്തെ സമ്പൂർണമായി ഉപേക്ഷിക്കാൻ ഒരു ആൽക്കഹോളിക് രോഗിയെ അനുവദിക്കുന്നില്ല. അപ്പം ഇതിന് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെയും ഇതിന് മെഡിസിൻ ഉണ്ടായിട്ടില്ല. വിൽ പവർ വർക്കാകത്തില്ലേ എന്ന് പലരും ചോദിക്കും. എന്താ അവന് വേണമെങ്കിൽ നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. വിൽ പവർ വർക്കാകുന്നില്ല. വേറെ ഒരു മനുഷ്യനാൽ സഹായം വാങ്ങിയിട്ട് നമുക്ക് ആ മെന്റൽ ഒബ്സഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതും പറ്റുന്നില്ല. സോ ഈ കണ്ടീഷനിൽ കഷ്ടപ്പെടുന്ന ഒരു രോഗിയാണ് അമിത മദ്യപാന രോഗി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ അമിത മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പറയും ഭയങ്കര അഹങ്കാരിയായ മനുഷ്യനാണ്, അങ്ങനാണ് ഇങ്ങനാണ്, അവൻ എത്ര വന്നാലും പഠിക്കത്തില്ല, ഇതെല്ലാം പറയുമെങ്കിലും ആ രോഗിയുടെ അവസ്ഥ അനുഭവിച്ചിട്ടുള്ള ഒരു ആൽക്കഹോളിക്കിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എല്ലാ മദ്യപിച്ചവരും വന്ന് എത്തിച്ചേരണമെന്നില്ല. പലരും ആ സ്റ്റേജസിൽ കാണും. ചിലപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ വന്നിരിക്കാം, രണ്ടാമത്തെ സ്റ്റേജിൽ വന്നിരിക്കാം. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആഹാരം കഴിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ഫിസിക്കൽ അലർജി സ്റ്റാർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെയും വയറ്റിലേക്ക് ഏറ്റെടുക്കാനായിട്ട് ഈ നമ്മുടെ സിസ്റ്റം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ഒന്നും കഴിക്കാനേ പറ്റത്തില്ല. അപ്പോ സിസ്റ്റം അനുവദിക്കുന്നില്ല. കാരണം അലർജി വന്നു കഴിഞ്ഞാൽ മദ്യം കുടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോഴാണ് ഈ വോമിറ്റിംഗ് സെൻസേഷനും വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
ഈ അലർജിക് പദാർത്ഥം വയറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതിന്റെ മൊത്തം അംശവും ബ്ലഡിലേക്ക് കലർന്നിട്ടില്ല, കുറച്ച് ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് ഉള്ള ഐറ്റം ഇത് ചില ദിവസങ്ങളിലല്ല, മിക്കവാറും ദിവസങ്ങളിൽ അമിത മദ്യപാനി ആയിരുന്ന എനിക്ക് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ രാവിലെയോ എപ്പോഴാണ് ഞാൻ ഛർദ്ദിക്കുന്നത്, അപ്പോഴെല്ലാം ആഹാരം വയറ്റിലില്ല, അപ്പോഴെല്ലാം ഒരുതരം മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം അഥവാ ചിലപ്പോൾ പച്ച നിറത്തിലുള്ള ദ്രാവകം, ഇതൊക്കെ എന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് പലപ്പോഴും വന്നിട്ടുണ്ട്. അന്നൊന്നും അത് മനസ്സിലാക്കിയിട്ടില്ല. പലരും പറഞ്ഞു പിത്തവാ എന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു പിത്തവാ. ആ പിത്തം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പോയി 90 അടിച്ചാൽ മതി, മാറുമെന്ന് പറയും. പക്ഷെ ഈ പിത്തം ഞാൻ ഈ അമിത മദ്യപാനത്തിൽ അഥവാ മദ്യപാനത്തിൽ നിന്നും പുറത്തു വന്നു. വൺ ഡേ അറ്റ് എ ടൈം ബേസിസിൽ ആൽക്കഹോളിക് അനോണിമസിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആ റിഹാബിലായിരിക്കുമ്പോഴും ഉണ്ടായിട്ടില്ല. മദ്യപാനം നിന്നതിന് ശേഷം ഈ പച്ചയും മഞ്ഞയും പദാർത്ഥങ്ങളൊന്നും വെളി വന്നിട്ടില്ല. ഞാൻ സംശയിക്കുന്നത് തീർച്ചയായിട്ടും ഈ അലർജിക് ഐറ്റം എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ഇത് ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഈ രീതിയിലാണ് അമിത മദ്യപാന രോഗം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. വീണ്ടും പറയുന്നു, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനില് അവർ 1956 ഈ ആൽക്കഹോളിസത്തെ ഒരു രോഗമെന്ന് അവർ ഡിക്ലെയർ ചെയ്തു. അവര് മനസ്സിലാക്കിയിട്ട് അവര് ആൽക്കഹോളിസം ഈസ് എ ക്രോണിക് ഡിസീസ്. ക്രോണിക് ഡിസീസ് മീൻസ് ഒരിക്കലും സുഖപ്പെടാത്ത രോഗം. അത് ദിനം പ്രതി ദിവസങ്ങൾ കഴിയും തോറും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതല്ലാതെ കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ക്രോണിക് അവസ്ഥ. സോ എന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പം അവര് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ 1956 ഡിക്ലെയർ ചെയ്തു ഇത് ആൽക്കഹോളിസം ഇസ് എ ഡിസീസ്. പിന്നെ ഓരോ രാജ്യത്തിലുള്ള മെഡിക്കൽ അസോസിയേഷൻകാരും ഓരോ വർഷങ്ങളിൽ ആൽക്കഹോളിസം ഒരു ഡിസീസാണ്, ഇതൊരു ഡിസോർഡർ ആണ്, ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗമാണ് എന്ന് പറഞ്ഞ് പ്രസ്താവിക്കാൻ തുടങ്ങി. അതിനുശേഷമായിരിക്കണമല്ലോ നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായത് ഇത് രോഗമാണെന്നുള്ളത്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, ഇത് ജെനറ്റിക്സ് പ്രോബ്ലം വരുമ്പോൾ പറയുന്നതാണ്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, ആൽക്കഹോൾ അബ്യൂസ്, ആൽക്കഹോളിസം ഹാസ് ബീൻ ലിങ്ക്ഡ് ടു സം സ്പെഷ്യൽ ജീൻസ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ജീനിന്റെ കാര്യം. അതുപോലെ തന്നെ ഈ അമൈഗഡലയുടെ കാര്യം ഞാൻ പറഞ്ഞു. അമൈഗഡല അത് തലച്ചോറിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻകാര് മനസ്സിലാക്കിയതിന് ശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള പല എന്താ പറയുന്ന ഉപന്യാസം പോലുള്ള ചില പേപ്പറുകളിലൊക്കെ വന്നിട്ടുള്ള സംഗതികളാണ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ഥാപിക്കുന്നത്, ഇത് മനസ്സിലാക്കുന്നത് ആൽക്കഹോളിസം ജനറ്റിക്കലി ഡിസീസ് ആകുന്നത് പോലെ, ആൽക്കഹോളിസം പ്രോഗ്രസീവ് ഡിസീസ് ആകുന്നത് പോലെ, ആൽക്കഹോളിസം പല കാരണങ്ങളാലാണ് ഡിസീസ് ആകുന്നത്. ഇപ്പൊ ഞാൻ ഈ ജനറ്റിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും, എല്ലാ അമിത മദ്യപാന രോഗികൾക്കും ഒരുപോലെ ജന്മനാ ഉണ്ടായ ഒരു ജനറ്റിക് പ്രോബ്ലമാണ്, ജീനിന്റെ പ്രോബ്ലമാണെന്ന് സ്ഥാപിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ കുറെ ആൾക്കാർക്കെങ്കിലും ഇത് അങ്ങനെയുള്ള പ്രശ്നമാണ്, കൂടുതൽ ആൾക്കാർ. പിന്നെ പ്രോഗ്രസീവ് ഡിസീസ്, പ്രോഗ്രഷൻ എങ്ങനെയാ ഉണ്ടായത്? പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഈ ചില മദ്യപാനം ആദ്യ കാലങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ചു മാത്രം മദ്യപിച്ച് ആ ഒരു കമ്പനിയിൽ, ഇപ്പൊ 4, 5, 10 പേരുള്ള ഒരു കമ്പനിയിൽ വളരെ കുറച്ച് മാത്രം മദ്യപിച്ച, എല്ലാവരും ചേർന്ന് മദ്യപിച്ച് ആസ്വദിച്ച ഒരു ടീം. ആ ടീമില് വളരെ വർഷങ്ങളോളം അവർ അങ്ങനെ തന്നെ മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തില് ആ സോഷ്യൽ ഡ്രിങ്കറായി പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ ഒരാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഒരു ലവ് ഫെയിലിയർ ആകാം, അഥവാ മറ്റെന്തെങ്കിലും ആകാം. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം മദ്യത്തിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ നൈരാശ്യം മൂലം പോയി മദ്യം കൂടുതൽ കുടിക്കാൻ തുടങ്ങുന്നു. ഈ കൂടുതൽ കുടിച്ചു തുടങ്ങുന്നു, വീണ്ടും കുടിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്
മദ്യം കഴിച്ച് ആസ്വദിക്കുക എന്നുള്ള സംഗതി അവിടെ സ്റ്റോപ്പ് ആകുന്നു. പുള്ളി രോഗിയായിത്തീരുന്നു. കാരണം അയാള് ആ ചെയ്ത ആ ഒരു സമയത്ത് കുടിച്ച ആ മദ്യപാനത്തിന്റെ അളവ് അതിൽ കുറച്ച് കുടിച്ചാൽ പുള്ളിക്ക് ആ സുഖം കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേരും. സോ അദ്ദേഹത്തിന് എപ്പോ കുടിച്ചാലും ആ ഏതൊരു സമയത്താണോ പുള്ളി നൈരാശ്യത്തോടു കൂടി പോയി അധികം കുടിച്ചത്, ആ അളവിൽ തന്നെ കുടിച്ചാൽ മാത്രമേ തനിക്ക് ആ മദ്യത്തിന്റെ സുഖം, അഥവാ ഒരുപക്ഷെ സുഖം എന്ന് പറയാം, ഒരുപക്ഷെ സംതൃപ്തി എന്ന് പറയാം, ആ പദത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അപ്പോഴത്തേക്കും ഇയാൾ രോഗിയായി കഴിഞ്ഞിരിക്കും. ഇയാൾക്ക് സാമൂഹികവും ആധ്യാത്മികവുമായ പ്രശ്നങ്ങളിൽ അയാൾ വീണിരിക്കും. അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കും. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോ പിന്നെ ആ രീതിയിലും ആൾക്കാര് ജനറ്റിക് അല്ലാതെയും രോഗികളാകുന്നുണ്ട്. വീണ്ടും ഡ്രഗ് ഡിപ്പെൻഡൻസിനെ കുറിച്ച് പറയുന്നു. മയക്കുമരുന്ന് ആശ്രിതത്വം ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ നിർവചിക്കുന്നത് പെരുമാറ്റവും മറ്റു പ്രതികരണങ്ങളും സ്വഭാവ സവിശേഷതകളുടെ ഫലമായി തുടർച്ചയായ അല്ലെങ്കിൽ അനുകാലിക അടിസ്ഥാനത്തിൽ അതിന്റെ മാനസിക പ്രഭാവം അനുഭവിക്കുന്നതിനും ചില സമയങ്ങളിൽ അതിന്റെ അഭാവത്തിൽ അസ്വസ്ഥത ഒഴിവാക്കുന്നതിനും നിർബന്ധിതമാകുന്നു. സോ ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മദ്യം അഡിക്റ്റീവ് പേഴ്സണാലിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മദ്യം ഇല്ലാത്ത ഒരവസ്ഥ, അതാ ഒരു വിഡ്രോവൽ അവസ്ഥ. ആ വിഡ്രോവൽ അവസ്ഥയിൽ ആ വ്യക്തി ഒരിക്കലും ഒരു നോർമൽ പരിസ്ഥിതിയിലായിരിക്കും. അതായത് ആദ്യം മദ്യം കഴിച്ചു തുടങ്ങിയ കാലങ്ങളിൽ പുള്ളിക്ക് മദ്യം അകത്ത് ചെന്നതിന് ശേഷം 5 സെൻസ് എന്നുള്ളതിന്റെ ബദലായി 6th സെൻസ് അഥവാ മറ്റേതോ ഒരു സെൻസ് പുള്ളിയുടെ വർക്ക് ചെയ്യുകയും പുള്ളി ഒരു സ്വർഗീയ അനുഭൂതി ആസ്വദിക്കുകയും ചെയ്തു. അവിടെ ഈ സ്വർഗീയ അനുഭൂതി ആസ്വദിച്ച കാലങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കെ പിന്നീട് അമിത മദ്യപാന രോഗിയായി മാറുന്ന ഒരവസ്ഥയില് സ്വർഗീയ അനുഭൂതി അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു, പിന്നില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? മദ്യപിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിൽ പുള്ളി ആ സ്വർഗീയ അനുഭൂതിക്ക് ബദലായിട്ട് നരക അനുഭൂതി, ഹെല്ലിലേക്ക് വീണു. ഹെല്ലിലേക്ക് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കാതിരുന്നാൽ ഒരു മനുഷ്യൻ നോർമൽ സ്റ്റേജിലിരിക്കണം. ആ നോർമൽ സ്റ്റേജ് ഇല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമൽ സ്റ്റേജിലേക്ക് പുള്ളിയെ കൊണ്ട് എത്തിക്കണമെങ്കിൽ മദ്യത്തിന്റെ സഹായം കൂടിയേ തീരും. മദ്യത്തിന്റെ സഹായം ഇല്ലാതെ നോർമൽ സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോ നോർമൽ സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് മദ്യം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. സോ ഇത് ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം വിഡ്രോവൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുന്നേ, വിഡ്രോവൽ ആണ് അതിന്റെ മെയിൻ അവസ്ഥ എന്ന് പറയുന്നത്. വിഡ്രോവൽ അവസ്ഥ അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ഒരു മാനസിക അസ്വസ്ഥത. ഈ വിഡ്രോവലിനകത്ത് പല പ്രശ്നങ്ങളുണ്ടാകും. തലചുറ്റൽ ഉണ്ടാകാം, തലകറക്കം ഉണ്ടാകാം, മയക്കം ഉണ്ടാകാം, പലതും പ്രശ്നങ്ങളുണ്ടാകും. ചിലര് ഈ പ്രശ്നം വളർന്ന് ഹാലോസിനേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഇൻസാനിറ്റി അവസ്ഥയിൽ എത്തിച്ചേരാം. സോ ഇതൊക്കെ എന്ന് പറയുന്നത് മദ്യം കിട്ടാതെ വരുമ്പോഴുള്ള അവസ്ഥ, മദ്യം കുടിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ്. മദ്യം കിട്ടാതെ വരുമ്പോൾ ഒരു മദ്യപാന രോഗിക്കുണ്ടാകുന്ന അവസ്ഥ. ഈ രോഗാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവ്യസനിയാണ്. മദ്യം കിട്ടാതെയുള്ള വ്യസനം. മദ്യപാന രോഗിയല്ല, അപ്പോഴും മദ്യവ്യസനി. മദ്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ. പലപ്പോഴും ഈ ഒരു അവസ്ഥ ഓരോ മദ്യപാന രോഗികൾക്കും ഉണ്ടായിരിക്കാം. എനിക്കും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥ, നടന്നുപോയി മദ്യം മേടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ തന്നെ മദ്യം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, പലതരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. സോ അത് ആ വ്യസനം, മദ്യം കിട്ടാതെയുള്ള വ്യസനം എന്ന് പറയുന്നത് അത് എന്നെ ഒരു ഭയങ്കര ഭ്രാന്തനാക്കി മാറ്റും. അത് എന്റെ സോഷ്യൽ ലൈഫിനെ വല്ലാതെ ബാധിക്കും. എന്റെ കുടുംബത്തെ ബാധിക്കും, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിലുള്ള ആൾക്കാരെ ബാധിക്കും, ഞാൻ നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനെ ബാധിക്കും. സോ ഈ ഒരു അവസ്ഥയിലും വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം മദ്യപാന രോഗം എന്ന് പറയുന്നത് കുടിച്ചാൽ മാത്രമല്ല രോഗം, കുടിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളാണ്. സോ ഇവിടെ
ഈ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നത്, മദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സയൻസ് ഇപ്പോ ചില മരുന്നുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മദ്യപാന തകർച്ച മൂലം കഷ്ടപ്പെട്ടവരായ ഞങ്ങൾ ഈ രോഗത്തിനുള്ള ചികിത്സ താരതമ്യേന പ്രയാസമേറിയതും തദനുസരണ ഫലം ലഭിക്കാത്തതുമായ ഒന്നാകും. ചികിത്സ കൊണ്ട് അമിത മദ്യാസക്തരിൽ 1/4 പേർക്ക് തൃപ്തികരമായും ബാക്കിയുള്ളവരിൽ പകുതി പേർക്ക് ഭാഗികമായും ഗുണം സിദ്ധിക്കുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. മദ്യപാനം മൂലമോ പെട്ടെന്ന് മദ്യപാനം നിർത്തിയത് മൂലമോ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ചികിത്സ, ഭാവിയിൽ മദ്യപിക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ, മദ്യപാനത്തിന് പ്രേരകമായ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തൽ എന്നിങ്ങനെ ഈ ചികിത്സയ്ക്ക് പല സമീപന രീതികളുണ്ട്. മദ്യപനെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നത് മൂലം മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളെ വേഗത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അതാ ഞാനിപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞ ആ അവസ്ഥ. അതായത് വിഡ്രോവൽ അവസ്ഥയിൽ ഒരു മനുഷ്യൻ, അഥവാ ഹാലോസിനേഷൻ അവസ്ഥയിൽ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന, മദ്യപിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ നമ്മൾക്ക് അദ്ദേഹത്തെ ഒരു ചികിത്സാ കേന്ദ്രത്തിലോ ഒരു ആശുപത്രിയിലോ അഡ്മിറ്റ് ചെയ്താൽ അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ചികിത്സാർത്ഥം ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് മദ്യപന്റെ ശരീരസ്ഥിതി വളരെ മോശമായിരിക്കും. അതിനാൽ ജീവകരണങ്ങളും മറ്റു പോഷകങ്ങളും ധാരാളം അടങ്ങിയ ഭക്ഷണം അയാൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഇന്നർ ഓർഗൻസിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഞരമ്പുകളിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അഥവാ ഡാമേജസ്, അതിനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മാനസികമായി സമ്പൂർണമായി തകർന്നിരിക്കുന്ന, മദ്യപിച്ച് ശരിയായ രീതിയിൽ തലച്ചോറ് വർക്ക് ചെയ്യാത്ത ഒരാളോട് ഏത് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. സോ അങ്ങനെയുള്ള വ്യക്തികളെ മാനസികമായും ശാരീരികമായും ചികിത്സിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ആദ്യം പുറത്തു കൊണ്ടുവരണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ രോഗാവസ്ഥയെ കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, ഈ രോഗത്തിന്റെ പ്രതിവിധിയെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമുക്ക് തിരിച്ച് ജീവനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ അയാളെ ഡയറക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഒരുപാട് റിസ്കി സംഗതികളാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ, ഉറക്കമില്ലായ്മ, കൈകാൽ വിറയൽ മുതലായവ ക്ലോറോഡിയാസോപോക്സൈൻ എന്നുപോലെയുള്ള ചില മരുന്നുകളുടെ പേരുകളാണ്. അതൊക്കെ കൊടുത്ത് സുഖപ്പെടുത്താമെന്ന് പറയുന്നു. ഇവിടെ ആ മദ്യപാന രോഗത്തിന് എന്തെങ്കിലും മരുന്നുണ്ടോ? മദ്യപാന രോഗത്തിന് പുതിയ, അതായത് ഇപ്പോഴും സയൻസ് പറയുന്നത് സിട്രേറ്റഡ് കാൽസ്യം കാർബോമൈറ്റ്, പിന്നെ അവോഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു വെറുപ്പ് മനസ്സിൽ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു ആരോചക ചികിത്സയെന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. സോ ഈ രീതിയിലൊക്കെ സയൻസ് എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പോലും സക്സസ് റേറ്റ് ഞാൻ കണ്ടിടത്തോളം വളരെ കുറവാണ്. കാരണം ഇതൊന്നും ഒരു അമിത മദ്യപാന രോഗിയെ മദ്യം കഴിക്കണമെന്നുള്ള അവന്റെ മെന്റൽ ഒബ്സഷനെ ശാന്തമാക്കാൻ പ്രാപ്തമല്ല. മറിച്ച് അവനെ ഭയപ്പെടുത്താനും അവൻ മരിച്ചു പോകുന്നുള്ള പേടിയുണ്ടാക്കാനും ഒരുപക്ഷെ മദ്യത്തോട് വെറുപ്പുണ്ടാക്കാനും അതിനൊക്കെ സഹായിച്ചേക്കാം. അല്ലാതെ കണ്ട് മദ്യം കഴിക്കണമെന്നുള്ള ആസക്തിക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഒരു മരുന്നല്ല. അതുപോലെ തന്നെ ഒരു പെഗ് അറിയാതെ കുടിച്ചു പോയി കഴിഞ്ഞാൽ ആ കുടിച്ച മദ്യം ഒരു പെഗ്ഗോട് കൂടി അവിടെ നിർത്തണം, അത് മതിയാവണം. അതിനുള്ള മരുന്നില്ല. അലർജി ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നും ഇതുവരെയും നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടതായിട്ട് പറയുന്നില്ല. അപ്പൊ ചികിത്സാ രീതിയിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്നത് ആൽക്കഹോളിക്സ് അനോണമസ് തന്നെയാണ്. മുമ്പ് മദ്യപരായിരുന്നെങ്കിലും ചികിത്സാനന്തരം പരിപൂർണ മദ്യവർജകരായി തീർന്നവരുടെ ഒരു അഖില ലോക സംഘടനയാണ് ആൽക്കഹോളിക്സ് അനോണമസ്. അതിമദ്യാസക്തി എന്നത് തനിക്ക് മാത്രം പിണഞ്ഞ ഒരു തെറ്റല്ലെന്നും അതിൽ നിന്നും വിമുക്തി നേടാൻ സാധ്യമാണെന്നും മദ്യപനായിരുന്ന തന്നെ സമൂഹത്തിലെ ഒരംഗമായി സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടെന്നും ഉള്ള അറിവ്
ഈ സംഘടനയിലെ അംഗത്വം മൂലം രോഗിക്ക് ലഭിക്കുന്നു. ഇത് വലിയൊരു നേട്ടമാണ്. തന്നെ അമിത മദ്യാസക്തനാക്കി തീർത്ത സാഹചര്യങ്ങളിലേക്ക് ചികിത്സയ്ക്ക് ശേഷം രോഗി തിരിച്ചു പോകാത്തവണ്ണം ആരോഗ്യകരമായ പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അയാളെ സഹായിക്കുക എന്നതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. നിയമ നിർമ്മാണം മൂലം മദ്യവർജനം ഏർപ്പെടുത്തുകയും അങ്ങനെ അമിത മദ്യാസക്തിയെ തടയുകയും ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ പല രാജ്യങ്ങളിലും നടത്തിയ സംരംഭങ്ങൾ വിജയപ്രദങ്ങളായില്ല. നിയമാനുസരണം, അതായത് ചില സംസ്ഥാനങ്ങളില് മദ്യവർജിത സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ചില രാജ്യങ്ങളിൽ മദ്യപാനം മൂലം സാമ്പത്തിക തകർച്ച ഉണ്ടായ രാജ്യങ്ങളിൽ അവർ മദ്യം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്ന ഒരു കണ്ടീഷനിലല്ല. കാരണം മദ്യപിക്കുന്നവൻ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കും, എന്തെങ്കിലും എടുത്തു കുടിക്കും. അതൊരു അവസ്ഥയാണ്. സോ അത് വിജയിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതുപോലെ തന്നെ മദ്യം കൺട്രോൾ ചെയ്യുക. അമിത മദ്യാസക്തിയെ പല രാജ്യങ്ങളിലും നടത്തിയ സംരംഭങ്ങളിൽ വിജയങ്ങളായില്ല. മദ്യത്തിന്മേലുള്ള നികുതി വർദ്ധിപ്പിക്കുകയും മദ്യവിൽപ്പനയുടെ സമയവും സ്ഥലവും നിയന്ത്രിക്കുകയും ഇങ്ങനെയുള്ള മാർഗങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടും ഒരു അമിത മദ്യപാന രോഗിയെ ആ മദ്യത്തിനോടുള്ള ആസക്തിയിൽ നിന്നും മാറ്റി നിർത്താനോ അഥവാ മദ്യം കഴിക്കുന്നതിൽ നിന്നും മാറ്റാനോ സാധ്യമാകത്തില്ല. പലരുടെയും അനുഭവങ്ങളിലൂടെ കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ അവൻ തമിഴ്നാട്ടിൽ പോയി കുടിക്കും, തമിഴ്നാട്ടിൽ കിട്ടിയില്ല ആന്ധ്രയിൽ പോയി കുടിക്കും, അത് എവിടെയും കിട്ടിയില്ലേ വാറ്റുണ്ടാക്കി കുടിക്കും. സോ കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടിക്കുക എന്നുള്ള ആ അവസ്ഥയിൽ നിന്നും മാറ്റാൻ ഈ ഗവൺമെന്റിന്റെ ഈ നയങ്ങൾക്കൊന്നും സാധ്യമല്ല. സോ തീർച്ചയായിട്ടും ഇവിടെ ഇവരെല്ലാം പരാജയപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതേസമയം ആൽക്കഹോളിക്സ് അനോണമസ് എന്ന നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഗ്രൂപ്പ്, ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിലൂടെ ഇന്ന് ധാരാളം ആൾക്കാര് മദ്യപാനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വൺ ഡേ അറ്റ് എ ടൈം, ഒരു ദിവസപ്രകാരം ഇന്നൊരു ദിവസം മദ്യപിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു ടാർഗറ്റിലൂടെ ആദ്യത്തെ കുടി അലർജി ആക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ കുടിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് മെന്റൽ ഒബ്സഷനെ ബ്ലോക്ക് ചെയ്യാൻ, അതിനെ മാറ്റാൻ പറ്റത്തില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. പക്ഷേ 24 മണിക്കൂർ സമയത്തേക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യമായ സ്പിരിച്വാലിറ്റി കണ്ടീഷനിലേക്ക് നമ്മളുടെ മാനസിക സ്ഥിതിയെ മാറ്റുക. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മദ്യം സ്പിരിറ്റ് എന്ന് വിളിക്കാം. മദ്യത്തിന് സ്പിരിറ്റ് എന്ന മദ്യം ഞാൻ കുടിച്ചാൽ എന്റെ മെന്റൽ ഒബ്സഷൻ തലയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പ്രകാരം 1, 2, 3 മണിക്കൂർ സമയത്തേക്ക് എനിക്ക് തലയ്ക്കകത്ത് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ പറ്റും, അഥവാ ഒരു കണക്ഷൻ കിട്ടും. സോ ഈ കണക്ഷൻ കിട്ടുമ്പോൾ ഞാന് കംഫർട്ടിലെത്തും, ഞാനൊരു നോർമൽ സാധാരണ വ്യക്തിയെ പോലെ സമൂഹത്തിൽ ഇടപെടും. കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും, അതേസമയം നോർമലായിട്ട് കുടിച്ചാൽ. എന്നാൽ ഇതിന്റെ കാലാവധി 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ സ്പിരിറ്റ് ആണ് പോയത്. ഇവിടെ പ്രോഗ്രാമിലൂടെ എനിക്ക് കിട്ടുന്ന സ്പിരിച്വാലിറ്റി, അതിന്റെ കാലാവധി 24 മണിക്കൂർ ടൈമാണ് വന്നിരിക്കുന്നത്, 2 മണിക്കൂറല്ല, 24 hours. എപ്പോൾ എന്നിൽ സ്പിരിച്വാലിറ്റി മുഖാന്തരം മെന്റൽ ഒബ്സഷനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ, അഥവാ മെന്റൽ ഒബ്സഷനെ വരാത്ത രീതിയിൽ അവിടെ ആ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് സ്പിരിറ്റിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒബ്സഷൻ, എന്റെ മെന്റൽ ഒബ്സഷൻ എന്ന രോഗം സ്പിരിറ്റിന് വേണ്ടി ആവശ്യപ്പെടുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി അവിടെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. വിത്ത് സ്പിരിച്വാലിറ്റി ഞാന് സമൂഹത്തില് ഒരു സോഷ്യലി ഒരു കംഫർട്ട് സോണിലേക്ക് ഞാൻ അറിയാതെ തന്നെ എത്തിപ്പെടും. സോ ഇത് ആൽക്കഹോളിക്സ് അനോണമസിലൂടെ സഞ്ചരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണമസ് എന്ന പ്രോഗ്രാമിനെ തന്റെ ജീവിതത്തില് സ്വീകരിച്ച് 12 പടികളിലൂടെ തന്റെ ജീവിതത്തെ സ്പിരിച്വൽ ലൈഫിലേക്ക് മാറ്റി എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ സ്പിരിച്വാലിറ്റിയുടെ ഫില്ലിങ്നെസ്, അതിന്റെ പ്രസൻസ് അത് അനുഭവപ്പെടും. ഒരിക്കലും അവരെ പെട്ടെന്നൊരു ശക്തിശാലിയായ മെന്റൽ ഒബ്സഷൻ, എന്താ പറയുന്നത്, ശക്തിശാലി എന്ന് പറയുമ്പം അവൻ കണ്ണിങ്, ബാഫ്ലിംഗ് ആൻഡ് പവർഫുൾ ആണ്. സോ അത്ര കണ്ണിങ് ആയിട്ടുള്ള, നമ്മളെ ചഞ്ചലത മനസ്സാക്കുന്ന ആ പവർഫുൾ ആയ മെന്റൽ ഒബ്സഷനെ ഈ സ്പിരിച്വാലിറ്റി പവറിന് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആ ഒബ്സഷൻ വർക്കാവത്തില്ല. സോ ഇതിലൂടെ ഓരോ ദിവസവും അമിത മദ്യപാനത്തിൽ നിന്ന് ഒരു മെമ്പർക്ക് വേ ഓഫ് ലൈഫ് സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് സാധിക്കും. അതേസമയം മരുന്നുകൾക്ക് ഇനിയും
ബലം വന്നിട്ടില്ല. മരുന്നുകൾ ഒരു പക്ഷേ കണ്ടുപിടിച്ചേക്കാം, മുൻപോട്ട് പോകെ കണ്ടുപിടിച്ചേക്കാം. 1939 ഈ പുസ്തകം എഴുതുമ്പോഴും പറഞ്ഞു അന്ന് കണ്ടുപിടിച്ചേക്കാം ഭാവിയിലെന്ന്. പക്ഷെ ആ ഭാവി ഇതുവരെയും വന്നിട്ടില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. സോ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ എവിടുന്നൊക്കെയോ കളക്ട് ചെയ്ത കാര്യങ്ങളുമാണ്. എങ്കിലും ഈ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്കിങ്ങനെ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ ചാൻസ് തന്ന ഈ നമ്മുടെ മിഡ് നൈറ്റ് ഗ്രൂപ്പിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു. താങ്ക് യു ഫിലിപ്പ് സാർ.